ഹലോ ഫ്രണ്ട്സ്, ഗോവയിലാണുള്ളത്. ഗോവയിൽ എക്സ്പ്ലോർ ചെയ്യുന്നു. ഇനി നമ്മൾ പോകുന്നത് ഒരു മ്യൂസിയത്തിലേക്കാണ്. ആൽക്കഹോൾ മ്യൂസിയം, ഓൾ എബൌട്ട് ആൽക്കഹോൾ എന്നാണ്. AAA, അതായത് ആൽക്കഹോളിനെ കുറിച്ച് മാത്രം. ഓൾ എബൌട്ട് ആൽക്കഹോൾ മ്യൂസിയം. ഡെസ്റ്റിലാറിയ ഫെനി കണ്ട 1836 വീപ്പയിൽ വെച്ചാണ്ട. വീപ്പയിൽ വെച്ച് 1836 വെച്ചൊരു ഡമ്മി മോഡലോടെ വെച്ചാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്തുള്ളത് അകത്തേക്ക് കയറി പോകാൻ പോവാണ്. ഓൾ എബൌട്ട് ആൽക്കഹോൾ മ്യൂസിയം ഗോവയിലാണുള്ളത് കേട്ടോ, ഗോവയിൽ. അപ്പോൾ ഇവിടെ പോയാൽ നമുക്ക് ആൽക്കഹോളിൻ്റെ A to Z കാര്യങ്ങൾ, ആൽക്കഹോൾ വന്ന എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അറിയാൻ പറ്റും. ഇത് കണ്ടോ, ഇത് നമ്മളകത്തേക്ക് കൊണ്ടുപോയി ഇവിടെ നമുക്ക് ഇവർ ഫെനി പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. ഫെനിയുടെ 4 മോഡലുകളുണ്ട്. ആ 4 ഫ്ലേവർ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ അവർ നമുക്ക് വിശദീകരിച്ച് തരികയാണ്. അവിടെ ഒരു മാസ്റ്ററുണ്ട്, മെയിൻ മാസ്റ്ററുണ്ട്, പിന്നെ അയാളുടെ ഒരു ഹെൽപ്പറുണ്ട്. അപ്പോൾ ഒരു 3-4 ഉണ്ട്. പൈനാപ്പിള്, അതുപോലെ ഓറഞ്ച്, പിന്നെ ഒരു നോർമൽ ഫെനി, പിന്നെ വേറൊരു കളറും കൂടി. ഇത് നമുക്ക് ഇതിലൂടെ ടേസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ നമുക്ക് ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ് കേട്ടോ. 500 രൂപ. 500 രൂപയ്ക്ക് നമുക്ക് ഈ ഓൾ അബൌട്ട് ആൽക്കഹോൾ മ്യൂസിയം നമുക്ക് വിസിറ്റ് ചെയ്യാം. അതുപോലെ ഇവർ തരുന്ന ഈ ഫെനിയൊക്കെ ഒരു 4 ഫെനി ഒരു മോഡൽ, അത് നമുക്ക് എന്ത് ചെയ്യാം, അത് ടേസ്റ്റും ചെയ്യാം. നമുക്കത് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോന്നായി പ്രൊഡക്റ്റ് നോക്കിയാലോ. ഇതാണ് പഴയ കാലത്തെ ഓരോരോ സംസ്കാരങ്ങളിൽ, ഓരോരോ നാടുകളിൽ അവരവരുടെ ലഹരിക്കായി ഉപയോഗിച്ചിരുന്ന വ്യത്യസ്തമായ സാധനങ്ങൾ, അതായത് മദ്യം ഉണ്ടാക്കാൻ. അത് ഓരോ നാട്ടിലും ചിലപ്പോൾ ഓരോരോ പേര് പറയും. ഇപ്പോൾ ചാരായം, ഇപ്പോൾ കള്ള്, അങ്ങനെയൊക്കെ. ഇപ്പോൾ ഫോറിനാണെങ്കിൽ ലിക്കർ, അങ്ങനെ ഓരോ പേര് പറയാറുണ്ടല്ലോ. അങ്ങനെ വിദേശത്ത് ഉപയോഗിക്കുന്നത്, നാട്ടിൽ ഉപയോഗിക്കുന്ന, ഓരോ സ്ഥലത്ത് ഉപയോഗിക്കുന്ന കണ്ടോ നിങ്ങൾ, വലിയ വലിയ കുപ്പികളൊക്കെ ഉണ്ടാവും. ഓരോ നാട്ടിൽ ഉപയോഗിച്ച സാധനങ്ങളാണ്. ഓരോ ഗ്ലാസ്സുകളുണ്ട്, അത് പ്രോസസ്സ് ചെയ്യാനും സൂക്ഷിച്ച് വെക്കാനും. അതുപോലെ ഫെർമെൻറ്റേഷനൊക്കെ ഉണ്ടല്ലോ, ഈ പുളിപ്പിക്കുന്ന പരിപാടി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. എനിക്ക് ഇതിനെ അറിയില്ല. അങ്ങനെ ഇതൊക്കെ ഫോറിൻ സാധനങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഇത് ഗോവ ആയതുകൊണ്ട് നമുക്കറിയാം, പോർച്ചുഗീസ്, ഫ്രഞ്ച്, ഡച്ച് ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അതുകൊണ്ട് തന്നെ ആ ഐറ്റംസൊക്കെ ഫോറിൻ രാജ്യത്ത് ഉപയോഗിച്ചിരുന്ന ആൽക്കഹോൾ സാധനങ്ങളൊക്കെ ഇവിടെ ഈ മ്യൂസിയത്തിൽ ഉണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ഓൾ അബൌട്ട് ആൽക്കഹോൾ മ്യൂസിയം ഗോവ. നിങ്ങൾ ഗോവയിൽ വരികയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി നോക്കുക. നിങ്ങളിവിടെ ആൽക്കഹോളൊന്നും കൺസ്യൂം ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് ആൽക്കഹോള് ഞാൻ പറഞ്ഞില്ലേ, ഓരോ നാടുകളിൽ, ഓരോ ലോകത്തിൻ്റെ ഓരോ വ്യത്യസ്തമായ സ്ഥലത്ത് ജനങ്ങൾ പരീക്ഷിച്ചിരുന്നു അല്ലേ. കാരണം ഒരു ലഹരി എന്ന് പറയുന്നത് എൻ്റെ പിറകെ തന്നെയായിരുന്നു മനുഷ്യൻ എപ്പോഴും ഉണ്ടായത്. ലഹരി ഇപ്പോൾ പല രീതികളിലുണ്ടായിരുന്നു. അപ്പോൾ വ്യത്യസ്തമായ ലഹരിക്ക് പിറകെയുള്ള മനുഷ്യൻ്റെ ഓട്ടത്തിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെയാണ്. ഇത് കണ്ട, ഗ്ലാസ്സുകളുണ്ടാകും. ഓരോരോ ഗ്ലാസ്സുകളാണ്, ഓരോരോ രാജ്യത്ത് ഉപയോഗിച്ച ഗ്ലാസ്സുകൾ, കലം, പിന്നെ അതിൻ്റെ മെഷർമെൻറ്റ് സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ കാണാൻ പറ്റും. ഗ്ലാസ്സുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. മെയിനായിട്ട് ഒരുപാട് ഗ്ലാസ്സുകളും സാധനങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ഗ്ലാസ്സുകളാണ്. ഇതൊക്കെ ഓരോ എന്താ പറയുക, ഓരോ സ്ഥലത്ത് ഉപയോഗിച്ചിരുന്ന ഗ്ലാസ്സുകളൊക്കെയാണ്. എനിക്കൊന്ന് മെയിനായിട്ട് ഇതൊക്കെ ഫോറിൻ യൂറോപ്യന്മാരുടെ ആദ്യം ഇങ്ങനത്തെ ഗ്ലാസ്സുകളൊക്കെ ഉപയോഗിച്ചിരുന്നത്. പിന്നീടായിരിക്കും നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടാവില്ല. കാരണം ഇത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കൂടിയതാണ്. അവർ ആ ഒരു ലെവലിൽ ഉപയോഗിച്ച് ശീലിച്ചതായിരിക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മളെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, ശരി തന്നെയാണ്. എന്താ, ഇവിടെ ഒരുപാട് ഗ്ലാസ്സുകളുണ്ട്. ഓരോരോ മോഡൽ ഗ്ലാസ്സുകളാണ്, ഓരോ സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകളൊക്കെയാണ് ഇതൊക്കെ. സോ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ കുറച്ചിങ്ങനെ നടന്നു. ഇത് കണ്ട, ഇത് ഇന്ത്യൻ സ്റ്റൈലാണ്, ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നതാണ്. പഴയ പിത്തള പോലത്തെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നായിരുന്നു. സോ ഇറ്റ്സ് എ വണ്ടർഫുൾ മ്യൂസിയം ആക്ച്വലി. അതുകൊണ്ടാ ഗ്ലാസ് ഇതിൽ ഫുള്ള് ഗ്ലാസ്സാണ് മെയിൻ ഇവിടെ ഒരുപാട് ശേഖരത്തിലുണ്ടായ.
ഓരോ സ്ഥലത്ത് ഉപയോഗിച്ച ഗ്ലാസ്സുകളായിരിക്കും, ഓരോ സ്ഥലത്ത് അതിന് ഒരു മെഷർമെൻ്റ് ആയിരിക്കും. ഇത് കണ്ട, അപ്പോൾ അതിൻ്റെ അളന്ന് കൊടുക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഈ മദ്യം അളന്ന് കൊടുക്കുന്ന. ഓരോ സ്ഥലത്ത് ഓരോ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ. സോ ഈ ഒരു ആൽക്കഹോൾ ഇൻഡസ്ട്രിയുടെ ഒരു ചരിത്രം എടുത്താൽ അത് തുടങ്ങിയത് മുതൽ അവസാനം വരെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. പഴയ ടൂൾസൊക്കെ ഉണ്ടാ, ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ടൂൾസൊക്കെയാണ്. ഈ സാധനങ്ങളൊക്കെ ഇവരുടെ ശേഖരത്തിലുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഒരു ആൽക്കഹോൾ മ്യൂസിയം, ഓൾ അബൌട്ട് ആൽക്കഹോൾ. ഞാനിത് ആദ്യം കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഓൾ ഓവർ ഇന്ത്യ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ മ്യൂസിയം ഉണ്ട്. അതിൽ തന്നെ വ്യത്യസ്തമായ പല മ്യൂസിയങ്ങളുണ്ട്. ഇപ്പം എയർഫോഴ്സ് മ്യൂസിയം ഉണ്ട്, നേവൽ മ്യൂസിയം ഉണ്ട്, റെയിൽവേ മ്യൂസിയം ഉണ്ട്, ആർട്ട് ഗ്യാലറികളുണ്ട്, സയൻസിൻ്റെ മാത്രം മ്യൂസിയങ്ങളുണ്ട്. പിന്നെ അങ്ങനെ ഓരോ സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ള മ്യൂസിയം ഉണ്ട്. ഗോവയിൽ വന്ന് ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ അവിചാരിതമായി ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഓൾ അബൌട്ട് ആൽക്കഹോൾ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഓൾ അബൌട്ട് ആൽക്കഹോൾ മ്യൂസിയം എന്നൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ജസ്റ്റ് പോയിട്ട് വരാമെന്ന് വെച്ചു. ഇത് കണ്ടോ, വലിയ ഗ്ലാസ്സൊക്കെ, നിങ്ങൾ വലിയ ഗ്ലാസ് കണ്ടോ. ഇത് ഈ റാക്കിലൊക്കെ ഒരുപാട് ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സുകളൊക്കെ ഇവരുടെ കളക്ഷനിലുണ്ട്. പല മോഡലുകൾ, പല ഷേപ്പിലുള്ള കളക്ഷൻ. ഇതുകൊണ്ടാ നോക്കിയേ, ഇതെന്താ സംഭവം എന്നറിയില്ല. ഇത് ബൈക്കിലൊക്കെ വെച്ചിട്ട് മുമ്പ് അരി പൊടിക്കുന്നതോ അങ്ങനെ എന്തൊക്കെയാണ് കണ്ടാ, എന്തോ പൊടിക്കുന്ന സാധനമാണ്. ബൈക്കിൽ വെച്ചിട്ട് സ്റ്റാർട്ടാക്കുമായിരിക്കും. അങ്ങനെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഗൈഡില്ലേ. പിന്നെ ഞാൻ മറന്നുപോയി. ഇത് കണ്ടോ, നല്ലൊരു ഗ്ലാസ് നോക്കി. വാവ്, ഇതൊക്കെ മുമ്പ് ഉപയോഗിച്ച് കിടന്ന സാധനമാണ് കേട്ടോ. അതിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ, ഇത് കണ്ടപ്പോൾ ഗൂഗിളിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ ഒന്ന് വിസിറ്റ് വരാമെന്ന്. പിന്നെ 500 രൂപ ചാർജ് ഉണ്ട്. 500 രൂപയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കാം. 500 രൂപയ്ക്ക് ഇവർ പിന്നെ ഫെനി തരും. ഇവരുടെ ഒരു ഫെനി ഉണ്ട്, അത് 4 ഫ്ലേവറിലാണ്. 4 ഫ്ലേവറിലെ ഫെനി നമുക്ക് എന്ത് ചെയ്യാം, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ തരും. അത് മുകളിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഈ പഴയ സാധനങ്ങൾ ഇടിക്കാനും പൊടിക്കാനും പിഴിയാനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഇതൊക്കെയാണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിലൊക്കെ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ച സാധനങ്ങളുണ്ട് കേട്ടോ. ഇന്ത്യയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, കേരളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കേരളത്തിലിപ്പം അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ കള്ളില്ലേ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കള്ള് അല്ലേ, കേരളത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ്. തെങ്ങ്, പന ഇതൊക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ നാട്. അന്ന് പാരമ്പര്യമായി ഈ ജോലി ചെയ്യുന്ന ഈ കുലത്തൊഴിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഈ തെങ്ങെന്ന് എടുക്കുക എന്നുള്ളത്. ഇതുണ്ട പഴയ കാലത്തെ കുപ്പികളൊക്കെ ഉണ്ടാ. മുമ്പത്തെ നമ്മുടെ കള്ളുഷാപ്പിലൊക്കെ പോയ ഇങ്ങനത്തെ ഏകദേശം മോഡൽ കുപ്പികളൊക്കെ കാണാം. ഇത് തന്നെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ കുപ്പികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മളിപ്പം മാറി മാറി വന്നു. ഇത് പല മെഷീനുകളും ആ സാധനങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ നാച്ചുറലായിട്ട് നമ്മളെ ലോക്കലായിട്ടോ അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് പുറത്തുനിന്ന് എടുക്കുന്നുണ്ടല്ലോ, കമ്പനി ലിക്കറല്ലാത്ത നമ്മൾ നാട്ടിൽ നിന്ന് എടുക്കുന്ന ലിക്കർ, അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കാം. തൂക്കുന്നതും വളക്കുന്നതുമായ ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കണ്ടോ. ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് തന്നെയാണ്. കേരളത്തിലല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ലിക്കറിൻ്റെ മനുഷ്യൻ ഇതേപോലുള്ള സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ തെങ്ങുണ്ട്, പനയുണ്ട്, സൗത്ത് ഇന്ത്യയിലുണ്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ അതുണ്ട്. ആൾക്കാർ അതിൻ്റെ പിറകെ പോയിട്ടുമുണ്ട്. ലഹരി എന്ന് പറയുന്ന മനുഷ്യനെ ഇതിൽ ഉപയോഗിച്ചിരുന്ന ഒരു സാധനം തന്നെയായിരുന്നു.
അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ എല്ലാ സാധനങ്ങളും ഇവരുടെ ശേഖരത്തിലുണ്ട് എന്നുള്ളത് വളരെ വളരെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇതൊക്കെ പണ്ട് കാലത്ത് മെഷീനുകളും ഇത് കണ്ടോ, പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാത്രം, പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എനിക്ക് പലതും ആ സമയത്ത് ഓർമ്മ കിട്ടിയിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ ഉരുളകളായിട്ടും ബോളുകളെ പോലെ കണ്ട താഴെ ആദ്യം വെച്ച് ബോംബുകളായിട്ടാണ്, ബോംബ് പോലെ ഉണ്ട് ഇങ്ങനെ ഒരു ഇതുപോലെ ആയിട്ട് സ്റ്റീലിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഉരുളായിട്ട് സാധനം കാണുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെന്തിൻ്റെയോ കോമ്പിനേഷനാണ്. ഇത് സോഡ ഇതുണ്ടാകും, സോഡ പൊട്ടിക്കുന്നതാണെന്ന് തോന്നുന്നു, സോഡ മേക്കർ പോലത്തെ അങ്ങനത്തെ എന്തോ ഐറ്റംസൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഇദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇവരുടെ കളക്ഷനിലുള്ളതാണ്. പഴയ കാലത്ത് ഇത് കണ്ടോ, ഫാന്, ലൈറ്റൊക്കെ കണ്ട ലൈറ്റും സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ പിറകെ പോയിട്ട് കണ്ട പഴയ രീതിയിൽ നമ്മൾ വാറ്റ് എന്ന് പറയുന്നില്ല, നമ്മൾ ചാരായം വാറ്റുക. ഓരോ സ്ഥലത്ത് ഓരോ വാറ്റ് ഓരോ പേരാണ് ഉണ്ടാവുക. അപ്പോൾ വാറ്റുന്ന പ്രോസസ്സാണ് ഇതൊക്കെ. അതിനന്ന് ഉപയോഗിച്ചിരുന്ന കുടങ്ങളും ഇതൊക്കെയാണ്. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് അതൊക്കെ. എല്ലായിടത്തും മീൻസ് മനുഷ്യനങ്ങനെ വന്നത് അല്ല, എല്ലായിടത്തും എല്ലാ സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ വാറ്റുന്ന പരിപാടി. അത് അവരുടേതായ പേരിൽ അവർ വിളിക്കുമായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ഇവിടെ വേറെ റൂമുണ്ടായിരുന്നു, ആ റൂമിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇത് കണ്ടെങ്കിൽ വാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉണ്ടല്ലോ, അതിൽ നിന്നൊരു എന്താ പറയുക, ഒരു കുഴലകത്തേക്കും പോകുന്നുണ്ട്. എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. ഒരുപാട് ചട്ടികളും കുടങ്ങളൊക്കെ കാണാം. ഈ കുടങ്ങളെ മുകളിൽ വെച്ചിട്ടാണല്ലോ ഈ വാറ്റുക എന്ന് പറയുന്നത്. ഇത് ഇവരുടെ ഫെനി ഉണ്ടാക്കുന്ന യൂണിറ്റാണ് കേട്ടോ. ഫെനി യൂണിറ്റാണ്. വലിയ കൊടുക്കാണ്ട് എന്താ പറയുക, വലിയ ചട്ടി, വലിയ പാത്രമുണ്ട്. ആ പാത്രത്തിലുണ്ട്. പിന്നെ ആ പാത്രത്തിലുള്ളത് ഇതിവിടെ വെക്കും, തണുപ്പിക്കാൻ വെക്കും. ഈ തണുപ്പിക്കൽ തന്നെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നാച്ചുറലായി തണുപ്പിക്കുന്ന ഒരു പ്രോസസ്സിങ്ങും ഉണ്ട്. ഈ ഇതിനൊരു തണുപ്പ് കിട്ടാൻ വേണ്ടി നാച്ചുറലായിട്ട് തന്നെ ഒരു തണുപ്പിക്കുന്ന ആക്ച്വലി പ്രോസസ്സും അദ്ദേഹം കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇവിടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ ചെയ്തു. ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്.